റെക്ടാങ്കിൾ ടൂളിന്റെ ഫ്ലയറിൽ കാണുന്ന മറ്റൊരു ടൂളാണ് റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, റെക്ടാങ്കിൾ ടൂളിന് മൂല വളരെ ഷാർപ്പായിരിക്കും. റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂളിന്റെ മൂലകൾ, 4 മൂലകളും എന്താ പറയുക, വളരെ റൗണ്ടഡ് ആയിരിക്കും. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഇവിടെ ടൂൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നതാണ് ടൂള്, രണ്ടാമത്തതാണ് ടൂള്. സെലക്ട് ചെയ്തതിനു ശേഷം വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുന്ന അവസരത്തിൽ റെക്ടാങ്കിൾ ടൂൾ ആവട്ടെ, റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ ആവട്ടെ, വരയ്ക്കുന്ന അവസരത്തിൽ കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സ്ക്വയറിലുള്ള റെക്ടാങ്കിൾ അല്ലെങ്കിൽ റൗണ്ടഡ് റെക്ടാങ്കിൾ ലഭിക്കും. ഇത് റെക്ടാങ്കിളിന്റെ കാര്യത്തിലും ശരിയാണ്. നമുക്കിങ്ങനെ ഷിഫ്റ്റ് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സ്ക്വയർ ലഭിക്കും. മറ്റത് റെക്ടാങ്കിൾ ആണ് ലഭിക്കുക. സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4 സൈഡും തുല്യമായ രീതിയിലുള്ള ഇത് ലഭിക്കും. ഇത് കൂടാതെ ഈ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ, അതായത് ലെഫ്റ്റ് മൗസ് ബട്ടൺ വിടാതെ തന്നെ നമ്മുടെ കീബോർഡിൽ ലെഫ്റ്റ് അപ്പ് ഏരോ റൈറ്റ് ഏരോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ റൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. കണ്ടോ, ഞാനിവിടെ അപ്പ് ഏരോ പ്രസ് ചെയ്യുമ്പോൾ റൗണ്ട്നെസ് കൂടി വരുന്നതായിട്ടും അതുപോലെ തന്നെ കുറയ്ക്കുമ്പോൾ ആ റൗണ്ട്നെസ് കുറഞ്ഞ് ഇത് ഷാർപ്പായിട്ടുള്ള റെക്ടാങ്കിൾ ടൂളിലേക്കും വരുന്നതായിട്ട് കാണാൻ പറ്റും. കേട്ടോ, അപ്പോൾ 0% ആണ് അതിന്റെ റൗണ്ട്നെസ്, 0 ആണ് അതിന്റെ റൗണ്ട്നെസ്. കേട്ടോ, അപ്പോൾ ഏരോ ഉപയോഗിച്ച് നോക്കി നോക്കുക. അതുപോലെ തന്നെ എന്താ പറയാ, മൗസ് പോയിന്റർ വിടാതെ തന്നെ റൈറ്റ് ഏരോ ലെഫ്റ്റ് ഏരോ ഉപയോഗിച്ച് നോക്കുക. റൈറ്റ് ഏരോ ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ അത് മുഴുവൻ റൗണ്ടും, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന റെക്ടാങ്കിൾ ഷേപ്പിന്റെ വീതിയിൽ ഇത് ഹാഫ് സർക്കിൾ ആവുന്ന നിലയ്ക്ക് അത് റൗണ്ട് ചെയ്ത് വരുന്നതായിട്ട് കാണാം. കേട്ടോ, ഇതുപോലെ തന്നെ ലെഫ്റ്റ് ഏരോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായ റെക്ടാങ്കിൾ ഷേപ്പിലേക്ക് മാറും. മൂല കൃത്യമായിട്ടുള്ള ഷാർപ്നെസ്സിലേക്ക് മാറുന്നതായിട്ട് കാണാം. ഇത് 4 ഓപ്ഷനുകളും പരസ്പരം പരിശോധിച്ച് നോക്കി. മറ്റൊരു സംഗതി, നമുക്ക് ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് വരയ്ക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു ടൂള് സെലക്ട് ചെയ്തിട്ട്, അതായത് റെക്ടാങ്കിൾ ടൂളിനും ഇത് ബാധകമാണ്, ടൂള് സെലക്ട് ചെയ്തതിനു ശേഷം വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടാണ് മറ്റേ ഭാഗത്തേക്ക് ഡയഗണലി, അതായത് എന്താ പറയാ, എതിർവശത്തേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യണം ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇതിൽ കിട്ടും. എന്നാൽ ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ ആൾട്ട് കീ പിടിക്കാം. ആൾട്ട് കീ പിടിച്ച് വരച്ചു വരണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് 4 ഭാഗത്തേക്കും തുല്യമായ രീതിയിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. ഈ അവസരത്തിൽ, ഇങ്ങനെ വരയ്ക്കുന്ന അവസരത്തിൽ ഷിഫ്റ്റ് കീ കൂടി പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന റെക്ടാങ്കിൾ ഷേപ്പായിട്ട് ലഭിക്കുന്നതാണ്. ഇത് റൗണ്ടഡ് റെക്ടാങ്കിളിനും ബാധകമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി അളവ് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും റൗണ്ടഡ് റെക്ടാങ്കിൾ കേസിൽ അളവ് കൊടുക്കാനായിട്ട് റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം സ്റ്റേജിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൗണ്ടഡ് റെക്ടാങ്കിളിന്റെ ഡയലോഗ് ലഭിക്കുന്നതാണ്. ഇതിൽ വിഡ്ത്ത് ഹൈറ്റ് കൊടുക്കുക. കോർണർ റേഡിയസ് എന്നുള്ളതിൽ എത്ര കോർണർ റേഡിയസ് വേണ്ടതെന്ന് കൊടുക്കുക. എത്ര 25 എത്ര വേണ്ടതെന്ന് കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കോർണർ റേഡിയസ് ഉള്ള എന്താ പറയാ റൗണ്ടഡ് റെക്ടാങ്കിൾ നമുക്ക് ലഭിക്കുന്നതാണ്. പരിശോധിച്ച് നോക്കുക. എലിപ്സ് ടൂൾ ആണ് അടുത്തത്. ഈ കാണുന്നതാണ് എലിപ്സ് ടൂള്. കീബോർഡിൽ എൽ എന്ന അക്ഷരം പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ടൂൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ടൂൾ സെലക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. വരയ്ക്കുമ്പോൾ ഇപ്പോ ഒരു ഒബ്ജക്റ്റ് വരച്ചിരിക്കുകയാണ്. ഈ വരച്ചിരിക്കുന്ന ഒബ്ജക്റ്റിന് നമ്മൾ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച റെക്ടാങ്കിളിന് പഠിച്ച എല്ലാ സാധ്യതകളും, ലൈന്, ഫില്ല്, അതുപോലെയുള്ള എല്ലാ സാധ്യതകളും ഇതിനും ബാധകമായ രീതിയിൽ ചെയ്യാവുന്നതാണ്. റൗണ്ട് വരയ്ക്കാനായിട്ട്, കൃത്യമായ റൗണ്ട് വരയ്ക്കാനായിട്ട് വരയ്ക്കുന്ന സമയത്ത് കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായ റൗണ്ടിൽ ലഭിക്കുന്നതാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ അളവോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ സ്റ്റേജിൽ ക്ലിക്ക് ചെയ്യുക. ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്ത്തും ഹൈറ്റും കൃത്യമായ അളവ് കൊടുക്കും.
അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കൃത്യമായ റൗണ്ടിലുള്ള അളവിലുള്ള എലിപ്സ് അഥവാ റൗണ്ട് ലഭിക്കുന്നതാണ്.